എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, ഞാൻ പോരാ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത് ശരിക്കും സ്ട്രെസ് ഉള്ളതുകൊണ്ടാണോ അവരങ്ങനെ പറയുന്നത്? സെൽഫ് ബ്ലെയിമിങ്. അതെ അതെ അതെ. സെൽഫ് ബ്ലെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്ട്രെസ്. അതായത് നോർമലി ഉള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കില്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളില്ല, അതെ അതെ ഞാൻ അതെ പോരാ, അതെ അതെ. അങ്ങനെ ആരും ചിന്തിക്കില്ലല്ലോ. മനസ്സിൽ അവർ ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് എന്നെ ഒന്നും കൊള്ളില്ല, സെൽഫ് ബർത്ത്ലെസ്നെസ് എന്നാണ് അതിന് പറയുക. അപ്പം സ്വയം ഒരു വാല്യൂ കൽപ്പിക്കാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. ഹാപ്പി ഹോർമോൺ ഒട്ടുമില്ലാത്തൊരവസ്ഥ. അപ്പം ഡിപ്രസ്ഡ് ആയിരിക്കും അവർ. ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ആരോടും വർത്താനം പറയാൻ പറ്റത്തില്ല, മൂടിയായിട്ടിരിക്കും, നിത്യം ചെയ്യുന്ന കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റൂല, ഇവർ ഭക്ഷണം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, അങ്ങനെ ഒരു മൊത്തത്തിൽ ലൈഫ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരിക്കും എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ഫീൽ വരുന്നത്. അപ്പം ആ ഒരു ഫീലിൽ നിൽക്കുന്ന ആള് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരാളുടെ ഒരു കൈ സഹായം വേണം. അങ്ങനെ അവർക്ക് ആ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കൂടെ നിൽക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. ചില സാഹചര്യത്തിൽ അവർ പറയുകയും ചെയ്യും, ഉഫ് എനിക്ക് പറ്റില്ലെന്ന്, എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് ഒരു സ്വയം ചിലപ്പോൾ പറയാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ കേസ് പറയാറില്ല. സൈലന്റ് ബേൺ ഔട്ട് എന്ന രീതിയിൽ അവരത് കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ സ്വയം ഒരു ഫീൽ വരുമല്ലോ. അതെ അതെ അതെ. അപ്പം ശരിക്കും നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. എത്രമാത്രം അത് പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ എങ്കിലും ബോധപൂർവം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി, അയ്യോ ഞാൻ പോരാ എന്ന് ഞാൻ ചിന്തിക്കുന്നല്ലോ എന്ന് ഒരു ഇൻസൈറ്റ് ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിനെ ഓവർകം ചെയ്യാം. നല്ലൊരു തെറാപ്പി എടുക്കാം, നല്ലൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തെ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ദർ ആർ ലോട്ട് ഓഫ് റെമഡീസ്. പക്ഷെ ഇത് നമ്മൾ പ്രോപ്പർ ടൈമിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഓക്കെ. ഈ സ്ട്രെസ് മാറാനായിട്ട് ധാരാളം ഹീലിംഗ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോസസ്സുകളോ ഒക്കെ ഉണ്ടല്ലോ, മെഡിക്കേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടും ഫലമില്ലാത്ത ആളുകളോട് എന്താ പറയാനുള്ളത്? സ്ട്രെസ് ബാധിക്കുന്ന ഒരാൾ നിരന്തരം ചിലപ്പോൾ പരിശ്രമിക്കുന്നുണ്ടാവും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കൗൺസിലിംഗ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഭാരതത്തിൽ നിരവധി തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും എടുത്തിട്ടും സുഖമാവാത്ത പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പൈസ കളഞ്ഞത് ഇതിൻ്റെ പേരിൽ. അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കൗൺസിലിംഗ് എടുക്കാൻ, എൻ്റെ സെഷൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പ്രശ്നത്തിന് യഥാർത്ഥമായിട്ടുള്ളൊരു കാരണമുണ്ട് അല്ലേ? ശരിക്കും ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നതിലാണ് ഒരാളുടെ മികവെന്ന് പറയുന്നത്. ശരിക്കും പ്രശ്നം അറിയാതെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല അല്ലേ? കാര്യം അറിയാതെ അതിൻ്റെ റിസൾട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം എന്താണോ ആ വ്യക്തിയുടെ പ്രശ്നത്തിനുള്ള യഥാർത്ഥ കാരണമെന്ന് നമ്മൾ കണ്ടെത്തുകയും ആ കാരണത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുക. ദിസ് ഈസ് ദ മെയിൻ തിങ്. അപ്പം അവിടെ ഒരാളുടെ പ്രശ്നം ഇന്നതാണ്, അതായത് ടോക്സിക് ആയിട്ടുള്ള ഒരു പേരൻറ്റിൽ നിന്നുണ്ടാവുന്ന കർക്കശമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രശ്നം മാറും. അവൻ പഠിക്കാൻ ചിലപ്പോൾ ഉഴപ്പായിരിക്കും, ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കും, അച്ഛനും അമ്മയും പറയുന്നതനുസരിക്കില്ലായിരിക്കും, പല പല സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആഴത്തിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും കമ്മ്യൂണിക്കേഷനാണ് പ്രധാനം. എപ്പോഴും എല്ലായിടത്തും മെയിൻ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയും ആ പ്രശ്നത്തിനുള്ള പരിഹാരവും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എനിക്കത് ചെയ്യാനും സാധിക്കും. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാവുമെന്ന് കരുതുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ കേസിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ അത് എങ്ങനെയാണ്, അതിനെ ഏത് രീതിയിൽ സമീപിക്കാം? തനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന് തുറന്നു പറയാൻ പുരുഷന്മാർ സാധാരണ തയ്യാറാവില്ല, മറിച്ച് സ്ത്രീകൾ തയ്യാറാവും. അത് സ്ത്രീ പുരുഷ ഭേദം അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ മെയ്ഡ് അങ്ങനാണ്, ഐ മീൻ കണ്ടീഷനിങ് അങ്ങനാണ്. സോഷ്യൽ കണ്ടീഷനിങ് അല്ലേ? സോഷ്യൽ കണ്ടീഷനിങ്, പാരൻ്റൽ കണ്ടീഷനിങ്, ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ അതിനെ ബാധിക്കും. അപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ
കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഒരു കാരണവശാലും നിന്റെ ദുഃഖമായാലും സങ്കടമായാലും സന്താപമായാലും എന്തായാലും ശരി അത് എക്സ്പ്രസ് ചെയ്യരുത് എന്നാണ് ചെറുപ്പം തൊട്ടേ ബാല്യം തൊട്ടേ ഒരു പേരൻ്റ് അവനെ പഠിപ്പിക്കുന്നത്. മറിച്ച് പെൺകുട്ടിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവർ എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ ആൺകുട്ടി കരയുവാണെങ്കിൽ ഉടനെ നീ ഒരു ആൺകുട്ടിയാണ് കരയാൻ പാടില്ല എന്ന് നമ്മളെ ശാസിക്കും, കണ്ടീഷൻ ചെയ്യാൻ. അപ്പോൾ അവൻ അത് അറസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് അവൻ ഒരു ലൈഫ് നയിക്കുന്ന അവസരത്തിലേക്ക് അവന് ഈ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അവൻ്റെ എന്ത് ബുദ്ധിമുട്ടായാലും ശരി അത് സ്വയം ഉള്ളിൽ ഒതുക്കി അനുഭവിക്കുക മാത്രമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രെസ് ആയാലും ശരി അത് ഇപ്പോൾ സ്വന്തം ഭാര്യയോടോ അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടോ ഉണ്ടെങ്കിൽ അയാളോട് പോലും ഒരു പുരുഷന് തുറന്നു പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ ഈഗോ സമ്മതിക്കത്തുമില്ല. അതിനേക്കാൾ ഉപരി അവൻ്റെ സോഷ്യൽ കണ്ടീഷനിങ് ഈ ഒരു തരത്തിലാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ അവന് എക്സ്പ്രസീവ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് അയാൾ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ എമോഷൻസ് എല്ലാം സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു, പെർഫോമൻസിനെ ബാധിക്കുന്നു, ടോട്ടൽ ലൈഫിനെ ബാധിച്ച് അയാൾ മരണതുല്യമായ ഒരു അവസ്ഥയിലോട്ടായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഈ ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് ബാധിച്ച ആളുകൾ എപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ടല്ലേ പലപ്പോഴും. ഉറപ്പായിട്ടും. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? അതായത് മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ഡ്രൈവും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾ. അതെ അതെ അതെ. വെച്ചാൽ ഹാപ്പി ഹോർമോൺസ് ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ ഇങ്ങനെയുള്ള എല്ലാ ഹാപ്പി ഹോർമോൺസും 0 ലെവലിലായിരിക്കും. 0 മോട്ടിവേഷൻ ആയിരിക്കും, 0 ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഒറ്റയ്ക്കാണ് എന്നൊരു ഫീലായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. ആരൊക്കെ ഒരുപക്ഷെ പേരൻസ് കൂടെ ഉണ്ടാവും, സപ്പോർട്ടീവായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവർ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് എനിക്ക് ഇന്ന ഒരു പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാൻ പലപ്പോഴും തയ്യാറാവത്തില്ല. ചിലർ തയ്യാറാവും, പക്ഷെ കേൾക്കാൻ ഒരാൾ കാണത്തില്ല. ഇങ്ങനെ 2 തരത്തിലും സംഭവിക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസിലും പലരും ഒറ്റയ്ക്കാണ് വരുന്ന. ഒത്തിരി ക്ലയൻസ് വരാറുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ഒരു സന്ദർഭത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് ആരുമില്ല, ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരുടെ ഒരു പകുതി പ്രശ്നം തീരുമായി. അപ്പം എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് കിട്ടുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്നു, അവർക്കും സംസാരിക്കാനുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. മാത്രമല്ല ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു മകള് ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാനും അവരുടെ പ്രോബ്ലം കേൾക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൺസൾട്ടേഷൻ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10 മടങ്ങാണ്. എപ്പോഴും നമുക്ക് ഒരാളുമായിട്ട് ഭയങ്കര അടുപ്പം ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ ഇമോഷണലി കണക്ട് ചെയ്യാനും പ്രശ്നങ്ങൾ തുറന്നു പറയാം. കൂടുതൽ കൺവീനിയന്റ് ആകും. യെസ് അവരെ കൺവീനിയൻ്റ് ആക്കി അവർക്ക് എന്താണോ അവരുടെ കംഫർട്ട് സോൺ ആ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന എല്ലാ സിറ്റുവേഷനും ഞാൻ ഒരുക്കി കൊടുക്കും. എപ്പോഴും ഇപ്പോൾ എത്ര ദിവസമാണെന്നറിയില്ല, എത്ര ദിവസം എൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം ഞാൻ സഞ്ചരിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അകലത്തിലായിരിക്കും, ജിയോഗ്രഫിക്കലി അകലത്തിലായിരിക്കും. പക്ഷേ ഫോൺ കോളിലൂടെ, മെസ്സേജിലൂടെ, വിളിയിലൂടെ ഇങ്ങനെയെല്ലാം അന്വേഷണം നമ്മൾ ക്രമേണ നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ അവർക്ക് ഞാനൊരു ദൂരെയുള്ളൊരു വ്യക്തിയായിട്ട് തോന്നത്തതേ ഇല്ല. അവരുമായിട്ട് ഹൃദയം കൊണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് ഞാൻ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് ഓപ്പണായിട്ട് കേട്ട് അതിന് വേണ്ടുന്ന പരിഹാരം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ വരുന്ന ക്ലയൻസിൻ്റെ ദുഃഖം മാറ്റി അവരെ എനിക്ക് നല്ലതുപോലെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് എൻ്റെ ബാം മെത്തേഡിലൂടെ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ, അപ്പം അത് റിലേഷൻഷിപ്പിലുള്ള ഒരു സ്ട്രെസ്സാണ് അദ്ദേഹത്തിന്. അയാൾക്ക് താല്പര്യമില്ല, പക്ഷേ ആ കുട്ടിക്ക് താല്പര്യമുണ്ട്. വിവാഹിതരല്ല അവർ. പക്ഷേ കടുത്തമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ പലതവണ ആവർത്തി പറഞ്ഞിട്ടും ഇത് ആ പെൺകുട്ടി മാറിപ്പോകാനായിട്ട് റെഡി ആവുന്നില്ല. പക്ഷെ അദ്ദേഹം കടുത്ത സ്ട്രെസ്സിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു അതായത് ആ പെൺകുട്ടിയിൽ നിന്ന് തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു, സ്ട്രെസ്സ് കിട്ടുന്നു. അപ്പോൾ ഇതിനെ ഇയാൾക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക?
അപ്പം ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, ആ അതല്ലേ? ആ ആ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് അല്ല. അല്ല. ഉം. പക്ഷെ അപ്പോൾ എങ്കിൽ പക്ഷേ സൊസൈറ്റിയിൽ കൺഫോമിറ്റി അല്ല, സൊസൈറ്റിയിൽ സർക്കംസ്റ്റാൻസസും ഉണ്ട്. വിവാഹം എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഉം. അല്ലാതെ ഉള്ളൊരു സ്നേഹബന്ധമാണ്, ഒരു അതെ. കാമുകി കാമുകൻ എന്നുള്ളൊരു ഉം. കോൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഉം. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഉം. പണ്ടൊന്നും ഇങ്ങനത്തെ പേരുകൾ പോലും ഇല്ലല്ലോ. അതെ അതെ ഇല്ല. അതെ അതെ ബന്ധത്തിന് ഒരു നിർവചനം മാത്രമേ ഉള്ളായിരുന്നു പണ്ടത്തെ കാലത്ത്. അതെ അതെ അതെ. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണെന്ന് തന്നെ പറയാം. ഉം. അത് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഞാനൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നതെന്ന്. ഉം. ഉം. അഥവാ ഇത് മനസ്സിലാക്കിയാൽ പോലും അവർക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഉം. അവർ അത്രമാത്രം അതിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആണ്. ഉം. ഊണിലും ഉറക്കത്തിലും എന്തിനവർ കുളിക്കാൻ പോകുമ്പോഴും നനയ്ക്കാൻ പോകുമ്പോഴും എല്ലാം ഇവരുമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും പോണതേ. ഉം. അപ്പം പെട്ടെന്ന് ഇവരെ ഡിറ്റാച്ച് ചെയ്ത് മറ്റൊരു ലൈഫ് എന്ന് പറയുന്നത് ഇവർക്ക് ബ്രെയിനിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും. ഉം. അത്രമാത്രം ഇത് പറഞ്ഞ പോലെ ഒരു കണ്ടീഷനിങ് ആണ്. ഉം. ഉം. ആ പാർട്ട്ണറുമായിട്ട് ഇവരത്രയും കണ്ടീഷൻഡ് ആയിപ്പോയി. അവരുടെ ഹൃദയം കൊണ്ട് അത്രയും അടുത്തുപോയി. ഉം. ഫിസിക്കലി ഇമോഷണലി അവർ കണക്റ്റഡ് ആണ്, മെൻ്റലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കണക്ഷൻ വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും തളർന്നു പോകും. ഉം. ഉം. ആ സാഹചര്യത്തിലാണ് അവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ വരുന്നത്. പക്ഷെ വൺസ് നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷനിലൂടെ, അതായത് ഇവർ മനസ്സിലാക്കണം ആദ്യം ഞാൻ നിൽക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു കൺസൾട്ടേഷനിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മോശമാണ് എന്ന് മനസ്സിലാക്കിയാലല്ലേ അവരെ പിടിച്ചുവിടാൻ പറ്റുള്ളൂ. രണ്ടുപേരും മനസ്സിലാക്കണം അല്ലേ? അതെ. ഒരാൾ മനസ്സിലാക്കുന്നില്ല, ഒരാൾ മനസ്സിലാക്കുന്നില്ല. അപ്പം മറ്റേയാൾ കോംപ്ലിക്കേഷനിലേക്ക് പോകല്ലേ? അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ നീഡ് ഉണ്ടാവുമല്ലോ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും. അതെ അതെ അതെ. അപ്പോൾ ആ നീഡ് എന്താണെന്ന് പരസ്പരം പറയണം. ഉം. പാർട്ട്നേഴ്സ് തമ്മിൽ അത് ഡിസ്കസ് ചെയ്യണം. ഉം. ഞാൻ ഇതാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയണം. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവർ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഉം. അല്ലാത്ത പക്ഷം ഇപ്പം നമുക്കൊരു കുറവ്, ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ന ആളുടെ സപ്പോർട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഉം. ഉം. അപ്പോൾ ആ സപ്പോർട്ട് കിട്ടാതെ വരുമ്പം നമ്മൾ ആ വ്യക്തിയോട് പറയുന്നു, ഹലോ, എനിക്ക് നിങ്ങൾ ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് കിട്ടിയില്ല, ഞാൻ പക്ഷേ അത് പ്രതീക്ഷിച്ചായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഈ വ്യക്തിക്കൊരു പ്രശ്നം വരുമ്പം പർപ്പസ്ഫുള്ളി ഇവളിങ്ങനൊരു ഗ്രീവൻസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം അത്. ഉം. പക്ഷേ നെക്സ്റ്റ് ടൈമിലും അടുത്ത 5 ടൈംസിലും ഇയാൾ നമുക്കൊരു സപ്പോർട്ട് തരുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല. ഉം. സോ അത് നിങ്ങളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഉം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് സേ ബൈ ബൈ. ഉം. അതാണ് ചെയ്യേണ്ടത്. ഉം. അപ്പം അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടോക്സിക്. ഉം. അപ്പം നമ്മൾ അത് തിരിച്ചറിയണം. ആ നിൽക്കുന്ന വ്യക്തി സ്നേഹം മാത്രമല്ല, സ്നേഹം കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണറും അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ തന്നെ നശിപ്പിക്കുന്ന, ആ വ്യക്തിയെ തന്നെ, ബന്ധത്തെക്കാൾ ഉപരി ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഉം. നെഗറ്റിവിറ്റി ആണല്ലോ അത്. അതെ അതെ. പിന്നെ ഈ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആവശ്യം അറിഞ്ഞു നിൽക്കുക, അല്ല ഒരു ആവശ്യം കഴിയുന്നിടം വരെ സ്നേഹമായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം പൊതുവെ കാണുന്നുണ്ട്. പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ പോലും, ചെറിയ കുട്ടികളിലാണെങ്കിൽ പോലും, വലിയ ആൾക്കാരിലാണെങ്കിൽ പോലും പ്രായഭേദമന്യേ ഇപ്പം ആ പുരുഷൻ്റെ മെയിലിൽ പണം ധാരാളം കാണും. അത് നോക്കിയായിട്ടായിരിക്കും ഈ പെൺകുട്ടി സ്നേഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മാക്സിമം പണം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ, വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശരിക്കുള്ള ഒരു സൗഹൃദം, ശരിക്കുള്ള സ്നേഹബന്ധത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? ഏതാണ് ടോക്സിക് അല്ലാത്തത്, റിയാലിറ്റി ഏതാണ് എന്നുള്ള എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതായത് ഒരു ബന്ധം ടോക്സിക് ആണോ ഇല്ലയോ എന്നറിയാൻ നമുക്കൊരു പ്രത്യേകിച്ചൊരു ടെസ്റ്റ് ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കോമൺ സെൻസ് ആണോ? അത് കോമൺ സെൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം ചക്ക പാകമായോ എന്ന് നമുക്ക് തുറന്ന് നോക്കാൻ പറ്റും, അതെ അല്ലേ? അതെ കായ പാകമായോ എന്ന് ഞെക്കി നോക്കാൻ പറ്റും, അതെ അതെ അല്ല? അതിൻ്റെ ടെക്സ്ചർ മാറുമ്പോൾ നമുക്കറിയാം. അതെ. പക്ഷെ ഒരു വ്യക്തി സിൻസിയർ ആണോ ഇല്ലയോ, അവൻ ടോക്സിക് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ദർശനമാത്രത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. ഉം. അപ്പം അയാളുമായിട്ട് നമ്മൾ ഇടപഴകുക, ആ വ്യക്തിയുമായിട്ട് ഇടപഴകുക, യാത്ര പോവുക, അയാളുടെ സ്വഭാവം മനസ്സിലാക്കുക. നമ്മൾ യാത്ര പോകുമ്പോൾ അയാൾക്ക് വരുന്ന കോൾസ് ശ്രദ്ധിക്കുക, അയാളുടെ ഡീലിങ്സ് എങ്ങനെയാണ്, അയാളുടെ
പേഴ്സണൽ ലൈഫ് എങ്ങനെ, പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുള്ള ആളാ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അയാളെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. പിന്നെ കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കുമല്ലോ, ആദ്യമില്ല ഹണിമൂൺ പീരീഡ് ആണല്ലോ, ആ പീരീഡിലായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് പോണത്. പിന്നെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ മറ്റൊരു സൈഡ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സൈഡിൽ നിൽക്കുമ്പോഴാണ് ഒരു പ്രശ്നത്തെ ഇയാൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആണായാലും പെണ്ണായാലും. ഒരു പ്രശ്നം വരുമ്പം ആ പ്രശ്നത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ സപ്പോർട്ടീവ് ആണോ, നമുക്ക് വേണ്ടുന്ന കെയർ കിട്ടുന്നുണ്ടോ, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, നമുക്ക് പ്രയോറിറ്റി ഉണ്ടോ, നമ്മളുടെ ആവശ്യങ്ങൾക്കൊരു മുൻഗണന നൽകുന്നുണ്ടോ, വേണ്ട രീതിയിൽ സ്നേഹം ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ. ഭാര്യ ഭർത്താവ് ആണെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ അതിലുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ വ്യക്തി ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ആണോ അതോ ഒരു ടോക്സിസിറ്റി ആണോ എന്നുള്ളത്. ടോക്സിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അടിക്കുക, പാത്രം എടുത്തെറിയുക, എപ്പോഴും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക, ഫോൺ കോൾ ട്രേസ് ചെയ്യുക, അല്ലെ ഫോൺ ട്രേസ് ചെയ്യുക, ഇത് മാത്രമല്ല ടോക്സിസിറ്റി. ഇപ്പോൾ ടോക്സിൻ, വിഷം എന്ന് പറയുന്നത് പാലിൽ കലർത്തിയാലും ഈ വെള്ളത്തിൽ കലർത്തിയാലും വിഷം തന്നെയാണ്. രണ്ടും കുടിച്ചു കഴിഞ്ഞാൽ ഒരേ ഇഫക്റ്റ് അല്ലേ. അപ്പം അതുപോലെയാണ് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. അത് ഒരാൾ അടിക്കുക മാത്രമല്ല, നമ്മളെ മെൻ്റലി തളർത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ശ്രദ്ധയില്ലായ്മയോ ഉത്തരവാദിത്തമില്ലായ്മയോ ഇതെല്ലാം ടോക്സിസിറ്റി തന്നെയാണ്. പുറമേ അയാൾ ചിലപ്പോൾ അയാളുടെ വർക്ക് ലൈഫിൽ ഭയങ്കര നല്ലതായിരിക്കും, പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പീപ്പിൾ പേഴ്സിങ് പേഴ്സണാലിറ്റി ആയിരിക്കും, വർക്ക് ലൈഫിലും സോഷ്യൽ ലൈഫിലും ഒക്കെ ഭയങ്കര എക്സൽ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, സൂപ്പർ, ഇയാളെപ്പോലെ നല്ലൊരു പേഴ്സണാലിറ്റി, ഭർത്താവുകയാണെങ്കിൽ ഇങ്ങനെ വേണം, പുറമേ നിൽക്കുമ്പോൾ അങ്ങനെ കാണും. പക്ഷെ അകത്ത് വന്നു കഴിയുമ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, രണ്ട് മുറിയിലായിരിക്കും ഒരു പക്ഷെ അവർ കഴിയുന്നത്, യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ജസ്റ്റ് മെസ്സേജ് അയക്കുകയോ ഫോൺ കോൾ ചെയ്യുകയോ ആയിരിക്കും, വീട്ടിൽ നോ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതും ഒരു ടോക്സിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ടോക്സിസിറ്റി എന്ന് പറയുന്നത് അടി, പീഡനം, തല്ല്, ചീത്തവിളി ഇത് മാത്രമല്ല, മറിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളതുകൊണ്ട്, സൈലൻ്റ് ആയിട്ടുള്ള ടോക്സിസിറ്റിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതും നമ്മുടെ ജീവിതം തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്, വർഷങ്ങളായിട്ട് ഭാര്യയും ഭർത്താവും, ഒരു കുട്ടിയുണ്ട്, ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഒരു വലിയ ഡബിൾ കോട്ടിൽ, ഫാമിലി കോട്ടിൽ ഒരാളൊരു സൈഡ് തിരിഞ്ഞ് നടക്കുന്നു, മറ്റൊരാളൊരു സൈഡ് തിരിഞ്ഞ് നടക്കുന്നു, ഭാര്യയും ഭർത്താവും 15 വർഷമായിട്ട് നോ ഫിസിക്കൽ റിലേഷൻ. എന്നാൽ പൊതുവേ പുറത്ത് കാണുമ്പോൾ മാതൃകാ ദമ്പതികൾ എന്നുള്ള രീതിയിൽ ഒരുമിച്ച് യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നു, വീട്ടു ചടങ്ങുകൾക്ക് പോകുന്നു, പുറത്തുള്ള ആർക്കും അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സർക്കിളിൽ മാത്രം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ശരിക്കും അങ്ങനെ തുടർന്ന് പോകുന്നതിനേക്കാൾ നല്ലത് അത് വേർപിരിയുന്നത് തന്നെയല്ലേ നല്ലത്. ഈ സൊസൈറ്റൽ കൺഫോമിറ്റിക്ക് വേണ്ടി എന്തിനാണ് ശ്രമിക്കുന്നത്, അത് വീണ്ടും അയാളെ സ്ട്രെസ്സിലേക്ക് എത്തിക്കത്തേ ഉള്ളൂ. അതും അയാളുടെ ഉള്ളിലൊരു സ്ട്രെസ് ഉള്ളതുകൊണ്ടാണല്ലോ എന്നോട് ഈ വിഷയം പറഞ്ഞത്, അല്ലേ? പറയത്തില്ലല്ലോ. ഈ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ, ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കി കാണുന്നു? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അതായത് അവർ നിൽക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ്, കുറേ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി ഈ ഭാര്യാഭർത്തൃ ബന്ധം തുടരുന്നു. അതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവും. ചിലപ്പോൾ ഒരു പെൺകുട്ടി കാണുമായിരിക്കും, ആ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ എന്തിയേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ആൻസർ പറയും, അല്ലെ അമ്മ എന്തിയേ എന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ പറയും. അതിനുവേണ്ടി സഫർ ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയോ. അതിനുവേണ്ടി മാത്രം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ മനസ്സിലാവും അതിലൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൻ്റെ കുറച്ചുകൂടെ മെച്ചുറായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഒരു കുട്ടിക്ക് വേണ്ടി ഒന്നും കളയേണ്ടതല്ല നമ്മുടെ ജീവിതമെന്ന്. എപ്പോഴും നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടി ഉണ്ടായി, ഓക്കെ, അതിനെ ഒരു മെച്ചുറാവുന്ന വരെ നമ്മൾ വളർത്തുക, അവൻ പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയി പൊക്കോളുമല്ലോ. പക്ഷേ അപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനോ നമ്മുടെ സന്തോഷം കണ്ടെത്താനോ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ഹാപ്പിനെസ്സിനേക്കാൾ ഉപരി കുറച്ച് പുറമേ ഉള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒട്ടും ഇമോഷണൽ കണക്ഷൻ ഇല്ല ആ ദമ്പതികൾ തമ്മിൽ. അല്ലെങ്കിൽ ഒരു ബെഡിൽ രണ്ട് അന്യരെ പോലെ കിടക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇമോഷണലി അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് അവിടെ ഉണ്ടാവാത്തത്. ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ അത് പറ്റൂലല്ലോ.
അപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ധ്രുവം മാറി ഒറ്റ ധ്രുവത്തിൽ വന്നെങ്കിൽ മാത്രമേ ഫാമിലി എന്നതിൽ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ജീവിതം അവിടെ ഉണ്ടാവുള്ളൂ. അതെ അതെ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബന്ധങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, ഞാനതൊന്ന് തിരുത്തി പറയാം ഇഞ്ചു. കാരണം ഈ ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു പക്ഷെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു 50 വർഷമോ 100 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല കുടുംബ ബന്ധം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരുന്ന പല കുടുംബങ്ങളിലും വർഷങ്ങളോളം ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റുകളോ കാര്യങ്ങളില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് വളരെ ലേറ്റായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാനും ധരിച്ചിരുന്നത് മോഡേണായിട്ടുള്ള കുട്ടികളാണ് ഇങ്ങനെ ഉള്ളത്. പഴയതൊക്കെ ഭയങ്കര സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഫാമിലിക്ക്. അതൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഈയിടെ എൻ്റെ അടുത്തൊരു കേസ് വന്ന് 72 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ 50 വർഷമായിട്ട് ഒരു വിവാഹ ബന്ധത്തിലായിരുന്നു. 72 വയസ്സുള്ള അമ്മയാണേ. ഈ 72ാമത്തെ വയസ്സിൽ അവർ ആ വിവാഹ ബന്ധം വേണ്ട എന്ന് വെച്ചിട്ട് അവരവരുടെ ഒരു മകളുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴേക്കും അവരും അവരുടെ ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് 20 വർഷത്തിൽ പുറത്തായി അവർ തമ്മിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവനൊന്ന് 20 വർഷം കൊണ്ട് അയാളൊന്ന് തൊട്ടശുദ്ധമാക്കിയിട്ട് പോലും ഇല്ല. അവരെ തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു യാത്ര പോയിട്ടില്ല, ഒരു സിനിമ കണ്ടിട്ടില്ല, ഈവൻ ഒരു വസ്ത്രം പോലും ആ ലേഡിക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപേ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര വഴക്ക്, ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായിരുന്നു അവരുടേത്. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പം ജെയിംസ് പറഞ്ഞതുപോലെ ഇപ്പം കാണുന്ന ജനറേഷനിൽ മാത്രമല്ല, പണ്ടത്തെ ജനറേഷനിലും ഈ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു ഇത്ര നാളും എന്തിനാ അവർ സഹിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരൊരു ഹൗസ് വൈഫാണ്. ഒരു ജോലിയില്ല, ഒരു പൈസ ഇല്ല, സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് മാറാനോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനോ ത്രാണിയോ ഒരു കോൺഫിഡൻസോ ഇല്ലാത്തൊരു ലേഡിയാണ്. അതുകൊണ്ട് ഇത്ര നാളും സഹിക്കുകയായിരുന്നു. ഇപ്പം മോളൊന്ന് സ്റ്റേബിൾ ആയപ്പോഴത്തേക്ക് ആ മോളുടെ കൂടെ പോവുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ എങ്ങനെ ഈ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മകളുടെ കൂടെ താമസിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. കാരണം മറ്റേ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് അയ്യോ ഭർത്താവ് എപ്പോൾ വരും, അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഈ സ്ത്രീ കഴിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയും അത്രേ. പിന്നെ പുള്ളി വരുമ്പോൾ TV കണ്ടുകൊണ്ടിരുന്നാൽ അതിന് ചീത്തവിളി. ഭക്ഷണം കഴിച്ചാൽ ചീത്തവിളി, കഴിച്ചില്ലേ ചീത്തവിളി, വിളക്ക് കത്തിച്ചാൽ പ്രശ്നം, കത്തിച്ചില്ലേ പ്രശ്നം. അങ്ങനെ എന്ത് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് അറിയാത്തത് കൊണ്ട് പുള്ളി വരുന്നത് ഇവർ നോക്കിയിരിക്കും സിറ്റ് ഔട്ടിൽ. എന്നിട്ട് അകത്ത് കയറി പോകും. വരുന്ന മൊമെൻറ്റിൽ അകത്ത് കയറി റൂമിൻ്റെ അകത്ത് കയറി കതവടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 72 വയസ്സുള്ള സ്ത്രീയാണെന്ന് ഓർക്കണം. ഇത്ര നാളും അവർ ഈ ടോക്സിസിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അവസാനം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു. അതുവരെ അവർ സഹിച്ചു. അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് അവർ ഇവരെ എല്ലാം ഉപേക്ഷിച്ച് മകളുടെ കൂടെ പോകുന്നത്. ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ലാത്ത അത്രയും സന്തോഷത്തിലാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമില്ലല്ലോ, ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം അവർ, അല്ല നല്ലൊരു ശതമാനമല്ല, 85% അവർ നഷ്ടപ്പെടുത്തിയില്ലേ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ജീവിച്ചതേ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിച്ചു അവരോട്, ഇനി എന്താ മാഡത്തിൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു സാരമില്ല, ഇനി ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല, അത് ആഗ്രഹിക്കാൻ എനിക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ ആഗ്രഹം എല്ലാം മുരടിച്ചു പോയി. അതുകൊണ്ട് എന്ത് ഡ്രീം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്തുവാ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണമെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പം സത്യമായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഒരാഗ്രഹവും ഇല്ലാത്തൊരു വ്യക്തി. ഒന്നും പറഞ്ഞിട്ടില്ല. ഗോൾ എഴുതാൻ പറഞ്ഞപ്പോൾ 20 ഗോൾസ് എഴുതാൻ പറഞ്ഞു. പക്ഷേ അവർക്ക് ഒരു ഗോളും ഇല്ല, ഒരൊറ്റ ഗോൾ പോലും ഇല്ല അവർക്ക്. അതിപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആടുജീവിതം എന്നുള്ള സിനിമയില്ലേ, അദ്ദേഹം പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ. അപ്പോൾ അതിൽ അയാൾ മറ്റു നാട്ടിൽ പോയിട്ട് അല്ലേ, ഒടുവിൽ ഭാഷ വരെ മറന്നുപോയി, എല്ലാവരും മറന്നുപോയി അല്ലേ. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷൻസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ട് കാണും വർഷങ്ങളോളം. പിന്നെ അതൊരു ഇതായിട്ട് മാറി അല്ലേ, ഹാബിറ്റായിട്ട് അങ്ങ് മാറിയത്. അതായത് ഈ ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരാൾ നിൽക്കുമ്പോഴേ അവർക്ക് ഹാപ്പി ഹോർമോൺ ഒന്നുമില്ല, സീറോയാണ്. സീറോ മോട്ടിവേഷൻ, സീറോ ഡ്രൈവ്, ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. പാചകം ചെയ്യുന്നു, രാവിലെ എണീക്കുന്നു, പാചകം ചെയ്യുന്നു, ഇദ്ദേഹം വരുന്നു എന്ന് നോക്കുന്നു, പേടിക്കുന്നു, അകത്ത് കയറുന്നു,
രാത്രി പോലും പുള്ളി വരുന്നതിന് നേരത്തെ വളരെ നേരത്തെ കയറി റൂമിൽ കയറി കതവടച്ച് കുറ്റിയിടും. അതിനും ഭയങ്കര പ്രശ്നമത്രേ കതവിന് കുറ്റിയിടുന്നത്. അപ്പൊ ഇദ്ദേഹം വന്ന് അടിക്കാറുണ്ട്. ഈ അടിയെ ഭയന്നാണ് കതവിന് കുറ്റിയിട്ടിട്ട് അകത്തിരിക്കുന്നത്. അപ്പൊ അതും പ്രശ്നമായിട്ട് പുള്ളി ഒരിക്കൽ വന്നിട്ട് ഈ കതവിന്റെ ലോക്ക് തല്ലി പൊളിച്ചിട്ട് പോയി. പിന്നെ വേറൊരു കാർപ്പൻറ്ററെ വിളിച്ച് സെറ്റ് ചെയ്തതാണ് അത്. അപ്പൊ അങ്ങനെ എന്തിന് 24/7 അവർ ഭീകരമായിട്ടുള്ള ഭയത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ഇറങ്ങിപ്പോരുന്നത് മോളുടെ അടുത്തേക്ക്. ഇപ്പൊ ഒരു സ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദാമ്പത്തിക ജീവിതത്തിൽ ഒരു ഫാമിലിയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ, അതൊരു ഭർത്താവിൻ്റെ സുഹൃത്താവാം, ഭാര്യയുടെ സുഹൃത്താവാം, ആരും ആയിക്കോട്ടെ, കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുടുംബ ബന്ധത്തിനെ ഇല്ലാതാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ ദമ്പതികൾ ആ മൂന്നാമതൊരാളെ ഏത് രീതിയിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ശരിക്കും മൂന്നാമതൊരാൾ വന്നതുകൊണ്ട് ഒരിക്കലും ഒരു ബന്ധം നഷ്ടപ്പെടത്തില്ല. ഇല്ല. അത് കൈകാര്യം ചെയ്യാനായിട്ട് ആ ഗൃഹനാഥനോ അല്ലെങ്കിൽ ആ ഭാര്യയോ ഭർത്താവോ അല്ല അവിടുത്തെ കുട്ടിയോ ശീലിച്ചാൽ മതിയല്ലോ. അതെ. നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മളിലേക്ക് ഒരാൾക്കും ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ അനുവാദം കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. ഇങ്ങനെ ഒരുപാട് കേസസ് ഞാൻ എൻ്റെ സൗഹൃദങ്ങളിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ട് വായിച്ചിട്ടുണ്ട് ഞാൻ പല കേസസും. അപ്പം ഇങ്ങനെയുള്ള കേസൊക്കെ എങ്ങനെയാണ് നമുക്ക് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് തന്ത്രപരമായിട്ട് കുടുംബബന്ധം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് മൂന്നാമതൊരാളുടെ എൻട്രി അതിപ്പോൾ ഫാമിലി ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഏതൊരു ബന്ധത്തിലായാലും ആ ബന്ധത്തെ തകർക്കും. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വ്യക്തിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അതായത് മൂന്നാമത് വരുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിന് ഒരു ദോഷം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ആക്ട് ചെയ്തേ പറ്റുള്ളല്ലോ. കാര്യം ആ ഒരു സെൻസ് നമുക്ക് ഉണ്ടാവണം, ആ വീട്ടിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവണം. ഇയാളുടെ ആഗമനം ശരിയല്ല, ഇതെൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ബുദ്ധിപൂർവ്വം ഗൃഹനാഥനായാലും ഗൃഹനാഥയായാലും ആക്ട് ചെയ്യണം. അവിടാണ് അതിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഇത് പലരും മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്. മനസ്സിലാക്കുന്നവർ ഓക്കെ ആ കൊള്ളാം, ചിലപ്പോൾ ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ആ വ്യക്തിയോടുള്ള സൗഹൃദം കാരണം അയാളോട് വീട്ടിൽ വരണ്ട എന്ന് പറയാൻ ചിലപ്പോൾ മനസ്സ് കാണൂല. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ്സ് കാണും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അയാളെ റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഭാര്യയും മകനും അല്ലെ മക്കളും സഫർ ചെയ്യാണ്, അത് പുള്ളി മനസ്സിലാക്കുന്നില്ല. അതിന് പകരം ഈ സുഹൃത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, കുടുംബം അതിൻ്റെ വഴിക്ക് പോകുന്നു. അപ്പം നമ്മൾ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുമ്പേ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള സംസാരം, അതായത് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ മോശമായി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ പാർട്ട്ണറിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ അതിനെപ്പറ്റി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നമ്മുടെ കുടുംബം തകർക്കുന്ന ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? ആരായാലും കടക്ക് പുറത്ത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. അത് പറയാൻ ധൈര്യം കാണിക്കാത്തവൻ ഒരു കുടുംബത്തിൽ ഇരിക്കാൻ അർഹനല്ല. അയാളെ ചവിട്ടി പുറത്താക്കണം, അതാണ് വേണ്ടത്. അല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 24-25 വയസ്സുള്ള ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ചെറിയ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാണും ഒരു പെൺകുട്ടിയും. അപ്പോൾ ഈ ആൺകുട്ടിക്ക് ഒരുപാട് ധാരാളം സുഹൃത്തുക്കളുണ്ട്, നല്ല സൗഹൃദങ്ങളുണ്ട്, എപ്പോഴും കൂട്ടുകാരോടൊപ്പം യാത്ര പോകും. പക്ഷെ ഒരു പ്രേമം വന്നപ്പോൾ അവളുടെ ആ പെൺകുട്ടിയുടെ കടന്നുകയറ്റം അതിശക്തമായിരുന്നു. അപ്പം അവന് പല സൗഹൃദങ്ങളെയും വേണ്ട എന്ന് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പം കൂട്ടുകാരുമായിട്ട് അവൻ പുറത്ത് പോകുമായിരിക്കും, ബൈക്ക് റൈഡിങ്ങിന് പോകുമായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി വന്നുകൊണ്ട് ഇവളുമായിട്ട് രാത്രി ഫോൺ ചെയ്യേണ്ടതുണ്ടോ, ഇവളെ കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇവളോടൊപ്പം സിനിമ കാണാൻ പോകണം, അല്ലെങ്കിൽ കാപ്പി കുടിക്കണം. അപ്പോൾ അവൻ ആ ഒരു ചെറുപ്പകാലം മുതലേ അവൻ ബിൽഡ് ചെയ്ത അവൻ്റെ ഏറ്റവും ചങ്കായിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക. അപ്പം ഇതും ഒരു തരത്തിൽ ഒരു പ്രശ്നമല്ലേ? അവനെ സമ്മർദ്ദത്തിലാവുകയാണ്. ആ മെയിലിനെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ ബോയിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്മർദ്ദത്തിലാവുക. കാരണം ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റത്തില്ല, പ്രേമമാണ്, അല്ല നാളെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്, ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ സൗഹൃദം, എനിക്ക് ഏറ്റവും ചങ്കായിട്ട് നിൽക്കുന്ന ആളിനെ
എനിക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നു അതെ. ഈ പെൺകുട്ടിയുടെ കടന്നുകയറ്റം മൂലം. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുക? അതായത് ഒരു ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോഴേക്കും ആദ്യം വേണ്ടത് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉം. പലരും അത് മറന്നു പോകാറുണ്ട്. കാര്യം ഒരു റിലേഷൻഷിപ്പിലേക്ക് ആദ്യമായി കഴിയുമ്പോൾ അറിയാലോ, പ്രേമം പ്രണയം എന്ന് വെച്ചാൽ ഇത്രയും ലഹരി തരുന്ന ഒരു സാധനം നമുക്ക് വേറെ ഇല്ല. അതെ അതെ. അപ്പം അതിൻ്റെ ഒരു കരവലയത്തിൽ നമ്മൾ അതിലങ്ങ് പെട്ടു പോവുകയാണ്. ഉം. എങ്ങനെയാ സംഭവിക്കുന്നത് അറിയത്തില്ല. അവർ പോലും അറിയാതെ അതിലങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. ഉം. ആദ്യത്തെ ഹണിമൂൺ പീരീഡിൽ എല്ലാ കാര്യവും മറന്ന് 24/7 അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കും. ഉം. അപ്പോഴാണ് ഈ സൗഹൃദങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്ന പഴയ ചങ്കുകളെയെല്ലാം നമ്മൾ മറന്നു പോകുന്നത്. ഉം. അവരുടെ കൂടെ പോയ യാത്രകൾ മറക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയത്, പടം കാണാൻ പോയത്, കുഞ്ഞായ്മകൾ കാണിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന എല്ലാ കാര്യവും മറന്നിട്ട് ഉം. ഈ റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും. ഉം. പ്രയോറിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഉം. അപ്പം എപ്പോഴും ഇയാളുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ പെണ്ണിൻ്റെ അടുത്തോ അല്ലെ പയ്യൻ്റെ അടുത്തോ മാത്രമായിട്ട് മാറുകയാണ്. നമ്മൾ ചുരുങ്ങുക ചെയ്യുന്നത്. ഉം. വളരെ ബ്രോഡായിട്ട് കിടക്കുകയാണ് ഇപ്പുറത്ത് നമ്മുടെ ബന്ധങ്ങൾ. ഉം. പക്ഷെ അവിടെ നിന്ന് ഒരാളിൽ മാത്രം സെൻറ്റേഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ റിലേഷൻഷിപ്പ് ഒന്നും ശാശ്വതമല്ല, ഉം. എപ്പോൾ വേണേലും നഷ്ടപ്പെട്ടു പോകാം. ഉം. അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും നമുക്ക് ഹെൽപ്പായിട്ട് നിൽക്കേണ്ടതാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. ഉം. അതിനപ്പുറം വെക്കാൻ ഒന്നുമില്ല. ഉം. പല സന്ദർഭത്തിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് വിലപ്പെട്ട സൗഹൃദങ്ങളാണ്. ഉം. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പകരം. അപ്പം നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിയുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ ഇപ്പുറത്തുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഉം. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും പുതിയ ഒരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, എപ്പോൾ വേണേലും ഒരു ബന്ധം നഷ്ടപ്പെടാം, ഉം. ശാശ്വതമല്ലല്ലോ ഒന്നും. അതെ. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടുന്ന അത്രമാത്രം പ്രയോറിറ്റിയെ കൊടുക്കാവുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, ഇതെല്ലാമാണ് നോക്കേണ്ടത്. ഉം. ഉം. അപ്പം ഏതൊരു വ്യക്തിയാണോ അമിതമായിട്ട് ഏത് കാര്യത്തിൽ ആസക്തിയാകുന്നത് അത് പ്രശ്നമാണ്. ഉം. അപ്പം അവിടെ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, ചില മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, സ്വല്പം ഡിറ്റാച്ച്ഡ് ആയിട്ട്, സെൽഫ് സെൻറ്റേർഡ് ആയിട്ട്, സെൽഫ് ഗോൾ സെറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഇത്തരം സന്ദർഭത്തിൽ നിന്ന് നമ്മളെ, ഈ അഡിക്ഷനിൽ നിന്ന് നമ്മളെ കുറച്ചും കൂടി മോചനം നൽകാനായിട്ട് പറ്റും. ഈ ഓഷോ പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും ആനന്ദമാണ്, അത് സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള പ്രണയം ശരിക്കും സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടത്തിലായി, അപ്പം അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് വിളിക്കരുത്, നീ എന്താ അവിടെ പോയിട്ട് പറയാതിരുന്നത്, അതെ. നീ രാവിലെ എന്നെ വിളിക്കാതിരുന്നത്, ഇത് ശരിക്കും ഒരു സ്വാതന്ത്ര്യമില്ലായ്മയല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമല്ലേ? അതെ അതെ അല്ലേ? അതെ അപ്പോൾ അതിനെ ആ ഒരു തലത്തിൽ ആനന്ദിക്കുകയല്ല ശരിക്കും വേണ്ടത്, മറിച്ച് ഇങ്ങനെ ചെറിയ വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്നതാണോ യഥാർത്ഥത്തിലുള്ള ഒരു പ്രണയം? ഒരിക്കലുമല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. വാട്ട് ഡു യു തിങ്ക്? പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു അനുഭൂതിയാണ്. ആ അനുഭൂതിയെ എങ്ങനെ ആസ്വദിക്കണമെന്ന് ചോദിച്ചാൽ ആ 2 വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഒരു കാര്യം ആസ്വദിക്കേണ്ടത്. 2 വ്യക്തി എന്ന് പറയുന്നത് 2 എൻറ്റിറ്റിയാണ്, 2 അച്ഛനമ്മമാരുടെ മക്കളുമാണ്. അവരുടെ ടേസ്റ്റും ചോയ്സും ഡിസിഷനും അവരുടെ ഇൻട്രസ്റ്റും പാഷനും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം ആ വ്യക്തിയെ മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കുക, എന്നിട്ട് അയാളുടെ താല്പര്യം എന്താണോ ഓക്കെ അതിന് പോകട്ടെ. ഇപ്പം നമുക്ക് 24/7 ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കാനോ നമുക്ക് സാധിക്കത്തില്ലല്ലോ. അപ്പം എപ്പോഴായാലും ഡെയിലി ഒരു 1 hour എങ്കിലും ഒരു പ്രൈം ടൈം ഈ ഒരു പാർട്ട്ണർക്ക് വേണ്ടി കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ഇമോഷണൽ ബോണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. ഇപ്പോൾ ഈയിടെ എനിക്ക് വന്നൊരു കേസാണ്. 26 വയസ്സേ ഉള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ ബ്രദറുമായിട്ടും അമ്മയുമായിട്ടും അവൾ മിണ്ടണില്ല. ആകെ ഇമോഷണൽ കണക്ഷൻ ഉള്ളത് അവളുടെ അച്ഛനോട് മാത്രമാണ്. പിന്നെ ബാക്കി റിലേറ്റീവ്സുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. ചൈൽഡ്ഹുഡിൽ കുറേ അധികം ട്രോമാസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് കാരണം ഇത് മൊത്തം അൺറിസോൾവ് ആയിട്ട് കിടക്കുക. ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇപ്പോൾ ഇവൾ 26-ൽ നിൽക്കുമ്പോഴും ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് നിൽക്കുക. അട്ടർ ഫെയില്യൂറാണ് ജീവിതം, ഉറക്കമില്ല, അങ്ങനെ മൊത്തത്തിൽ കൊളാപ്സ്ഡ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്.
ആ പയ്യൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം. ഇവർ തമ്മിൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ അവന് അച്ഛനും അമ്മയും ഉണ്ട്. അവരോട് നല്ല ബന്ധമാണ്. പെങ്ങളുണ്ട്. പെങ്ങളോട് നല്ല കൂട്ടാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് ബന്ധുക്കളുണ്ട്. ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, ആ പയ്യന് അവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോവുകയോ അല്ലെ അവൻ്റെ പെങ്ങളുമായിട്ട് സംസാരിക്കുകയോ പടം കാണാനോ ഒക്കെ പോകുമ്പോഴത്തെ ഇവക്ക് ഭയങ്കര സ്ട്രെസ്സാണെന്ന്. ഞാൻ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുമെന്ന്. കാരണം എനിക്കിങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല. അസാമാന്യം അൺകൺട്രോൾഡ് ജലസാണ് വരുന്നതെന്ന്. അസൂയ മൂത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മാഡം എന്നാ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. അവൾക്ക് കിട്ടാത്ത സാധനം, നേരെ മറിച്ച് അവളുടെ ആ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് കിട്ടാത്ത സാധനം ആ പയ്യന് കിട്ടുമ്പോഴത്തേക്ക് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടാത്ത ഒരു സാധനം മറ്റൊരാൾക്ക് കിട്ടുകയും അരുത്. അതിൻ്റെ അകത്തിൽ നമുക്ക് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും അവിടെ ആ പയ്യൻ പറഞ്ഞു തുടങ്ങി, മോളെ നീ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്, നീ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മധുരമായ പ്രണയം ഇപ്പോൾ തിക്തമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതിൻ്റെ കൈപ്പേറിയ സ്റ്റേജിലൂടെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ, ഓഷോ പറഞ്ഞതുപോലെ, പ്രണയം എന്ന് പറയുന്ന ദിവ്യമായ അനുഭൂതിയെ ഏറ്റവും സ്വർഗീയമായി ആനന്ദിക്കുന്നതിന് പകരം ഇപ്പൊ പലരും അതിനെ കാഞ്ഞിരത്തിന് സമമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചിന്താഗതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കിത് മധുരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവിതത്തിൽ ഉറക്കം. ഞാൻ റീസെൻ്റ്ലി ഞങ്ങളുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ വർഷങ്ങളോളം ഉറങ്ങാറില്ലായിരുന്നു, ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴല്ല. അപ്പം അവൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഉറങ്ങാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് അവന് ഇതിൻ്റെ മനോഹാരിത മനസ്സിലായത്. ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളുള്ള ധാരാളം ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ശരിക്കും എന്താണ് ഈ ഉറക്കം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം? എന്താ ഈ സയൻറ്റിഫിക്കലി എന്താണ് അതിന് പറയുന്നത്? ഉറക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഉറക്കത്തിലാണ് നമ്മളുടെ പഴയ മെമ്മറീസ്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, സ്ട്രെസ്സ്, സ്ട്രെയിൻ, ഇതെല്ലാം നമുക്ക് മാറി നമ്മുടെ മസിൽ റിക്കവറി ചെയ്ത് ബ്രെയിനിനെ വീണ്ടും അടുത്ത ദിവസത്തേക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്നത് ഉറക്കത്തിലാണ്. ഉറക്കത്തിലൂടെയാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഭാരതീയർക്ക് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, സ്ട്രെസ്സ് തന്നെയാണ് അതിൻ്റെ കാരണം. മറ്റൊരു കാരണവുമില്ല. അതായത് പകൽ ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതചര്യ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫോൺ താഴ്ത്തി വെച്ചിട്ടുള്ളൊരു സമയമില്ല. സ്ക്രോളിങ്, ഇൻസ്റ്റൻറ്റ് ഡോപ്പോമിനാണ് ഓരോ വ്യക്തികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡോപ്പോമിൻ സെർച്ച് ചെയ്ത് ഇവന് രാവും പകലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തലയിൽ കിട്ടും തോറും ബ്രെയിൻ ഇത് വീണ്ടും ക്രേവിങ്ങിലാണ്. കിട്ടണമെന്നാഗ്രഹിച്ച് ഇത് എവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ചിന്തയിലാണ് ഓരോ വ്യക്തികളും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകൽ നമ്മൾ ഈ ചെയ്യുന്ന ചിലപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കായിരിക്കും പകൽ ചെയ്യുന്നത്. പക്ഷെ രാത്രിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ഓരോ വ്യക്തിയും മിക്കവാറും എല്ലാവരും ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രോമാസ് ഒന്നും പരിഹരിക്കപ്പെടുന്നതുമില്ല. പരിഹരിക്കപ്പെടാത്ത പ്രശ്നം ബ്രെയിനിൽ കിടക്കുമ്പോഴേക്കും നമ്മൾ പകൽ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഇതൊന്നും ഓർക്കുന്നില്ല. മറിച്ച് രാത്രിയിൽ വന്നൊന്ന് സെറ്റിൽ ഡൗൺ ആവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ഇവർ മൊത്തം തല പൊക്കുന്നത്. ബ്രെയിൻ സിഗ്നൽസ് കൊടുക്കും, ഡേഞ്ചർ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വീണ്ടും അലേർട്ടാവും. രാത്രി ശരിക്കും ഷട്ട് ഡൗൺ ആവേണ്ടതാണ്, പക്ഷേ ഈ സിഗ്നൽ കാരണം ബ്രെയിൻ വീണ്ടും അലേർട്ടായി ഇവരുടെ ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ സ്ട്രെസ്സ്, സ്ട്രെയിൻ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതെല്ലാം തലപൊക്കും. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ എങ്ങനെ പറ്റുന്നത്? അപ്പോൾ അവൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്, സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സ് പരിഹരിക്കുക മാത്രമേ ഉള്ളൂ മാർഗം. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സുഖകരമായി നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. ഉറക്കം നഷ്ടപ്പെട്ട കേസുകൾ ഇന്ദുവിന് വരാറുണ്ടോ? ഉറപ്പായിട്ടും. എങ്ങനെയാണ് അവരെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അതായത് എനിക്ക് ഉറക്കമില്ല എന്ന് പറയുന്നു, അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് അവർ പറയുന്നത് നോക്കിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും.
അതായത് 4.5 വർഷം കൊണ്ട് ഉറങ്ങാത്ത ഒരാൾ ഉം. ഒരു 3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഉം, ഉം, ഉം. അപ്പോൾ വന്ന് അയാളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഉം. അയാൾ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട്, ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. 3 ടൈപ്പ് സ്ലീപ്പിംഗ് പിൽസ് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുക. ഉം. പക്ഷേ അത്ഭുതം, അയാൾ ഉറങ്ങുന്നില്ല. ഇത്രയും സ്ലീപ്പിംഗ് പിൽസ് അടിച്ചിട്ടും ഉറങ്ങുന്നില്ല. ഇത് സൈക്കോസൊമാറ്റിക് ആയാലും സൈക്കോസൊമാറ്റിക് ആണ് ഉറപ്പായിട്ട്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിട്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. ഉം. അപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളൊരു 3 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് മനസ്സിലായത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, അതായത് ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഇഷ്യൂസ് അദ്ദേഹത്തിന്, പേരൻ്റൽ ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ, അബ്യൂസിങ്, ഇങ്ങനെയുള്ള കുറേ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 4.5 വർഷം കൊണ്ട് അദ്ദേഹത്തെ ഉറങ്ങാതിരിക്കാൻ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിയുടെ അച്ഛൻ കിടന്നുറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ റൂമിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി. ആ സമയത്തായിരുന്നു ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ഇവർ ഭാര്യയും ഭർത്താവും മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നോർമലി നമ്മൾ റൂമിൽ കയറി കതവടച്ച് കിടന്നു. അപ്പോൾ അച്ഛൻ താഴെ ഇങ്ങനെ എന്തോ ഒരു പുകയുടെ മണം അനുഭവപ്പെട്ടിട്ടാണ് പുള്ളിക്കാരൻ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഫോർച്യുനേറ്റ്ലി രക്ഷപ്പെടുത്താൻ പറ്റി. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, തീ പിടിച്ചായിരുന്നു. പെട്ടെന്ന് ബെഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. അതിനുശേഷം അയാളുടെ ബെഡ്റൂമിൻ്റെ വാതിൽ അടച്ചിട്ടില്ല. അതിൻ്റെ പരിണിത ഫലമെന്നോണം അവർക്ക് കുഞ്ഞുങ്ങളും ഇല്ല. ശരി ശരി, മനസ്സിലായോ? വിവാഹം കഴിച്ചിട്ട് 7-8 വർഷമായി. പക്ഷേ ഈ റീസൺ കാരണം അയാൾക്ക് സ്വസ്ഥമായിട്ടൊരു സെക്സ് അയാളുടെ വൈഫുമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭാര്യ വാതിലടയ്ക്കാത്തത് കൊണ്ട് തന്നെ കംഫർട്ടല്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അവരുടെ സെക്ഷൽ ലൈഫ് തകർന്നുപോയി. നോക്കി ആ പോയ സർക്കിൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കരുതുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് പോലും നമ്മളെ ഭയങ്കരമായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒട്ടും പിടികിട്ടാത്തൊരു സാധനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അതിനെ എവിടുന്നൊക്കെയാണ് നമുക്ക് അഫക്റ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ക്ലയൻറ്റിനെ ഞാൻ സുഖപ്പെടുത്തി കൊടുത്തു കേട്ടോ. തീർച്ചയായിട്ടും എൻ്റെ ബാം മെത്തേഡിലെ 4 സ്ട്രാറ്റജികൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ടും ഉറക്കത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസിലൂടെ ആയിരിക്കും ഓരോ വ്യക്തികളും കടന്നു വരുന്നത്. അതെന്താണെന്ന് നമ്മൾ ദീർഘനേരം സംസാരിച്ച് കഴിയുമ്പോൾ, നമ്മൾ ആഴത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരിക്കും പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയല്ലോ. യെസ്, ഡയഗ്നോസിസ് ആണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് കറക്റ്റായിട്ടുള്ള തെറാപ്പി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ബ്രെത്ത് വർക്കായിരിക്കും, ചിലപ്പോൾ ജേർണലിംഗ് ആയിരിക്കും, അഫർമേഷൻസ് ആയിരിക്കും, ശ്ലോകങ്ങൾ ചൊല്ലാനായിരിക്കും, അങ്ങനെ മന്ത്രം ചൊല്ലാനായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇവരെ ഈ റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് വരുന്ന അവസരത്തിൽ പെടലിക്കൊരു വേദന ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ പെടലിക്കൊരു വേദനയും കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു. ഈ 2 സിംറ്റം കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം വിത്തിൻ 3 days ഈ 2 പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി. പെടലിയുടെ വേദനയും കണ്ണു തുറക്കാതിരിക്കുക എന്നുള്ളത്, ഇത് 2 എനിക്ക് ഭേദപ്പെടുത്താൻ പറ്റി. പക്ഷെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടാണ് പുള്ളിയെ ഉറക്കത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. ഇപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. അയാളുടെ ഭാര്യാഭർത്തൃ ബന്ധം വളരെ മെച്ചപ്പെട്ടു. വൈഫുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ തമ്മിൽ ഇപ്പം നല്ലൊരു കണക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും അവർ തുടങ്ങി. അപ്പം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും മൈൻഡിലും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എമോഷണലായിട്ടും ഫിനാൻഷ്യലായിട്ടും സ്പിരിച്വലായിട്ടും കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസസ്സാണ് ബാം മെത്തേഡ്. ഈ ചില ആളുകളെ പകൽ മുഴുവൻ കണ്ടിന്യൂസ് വർക്കിലായിരിക്കും, പക്ഷേ രാത്രിയിലാണെങ്കിൽ അവർക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു സിംറ്റത്തിനുള്ള റീസൺ എന്താണെന്ന് പറയാമോ? ഒരു വ്യക്തി പകൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടായിരിക്കും നിൽക്കുന്നത് നോർമൽ കേസിൽ. അതായത് ഓഫീസിലെ കാര്യമായാലും ബാക്കി പേഴ്സണലായിട്ടുള്ള കാര്യം, രാവിലെ ജിമ്മിൽ പോകും, എല്ലാ കാര്യവും പക്ക നല്ല കൃത്യമായ റൊട്ടീനിലൂടെ ടൈം മാനേജ്മെൻറ്റിലൂടെ ആയിരിക്കും അയാൾ പോകുന്നത്. പക്ഷേ രാത്രി വീട്ടിൽ വന്ന് ബെഡിൽ സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടി കിടന്നു കഴിയുമ്പോഴത്തേക്ക് ജന്മം ചെയ്താൽ ഉറങ്ങാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾക്ക് പകൽ ഓഫീസിലെ ടെൻഷൻസ് ഉണ്ടാവും, പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഫ്രണ്ട്ഷിപ്പിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനി ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ പഴയ ട്രോമാസ് ഉണ്ടാവും, അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊന്നും സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് പുള്ളി
ഭയങ്കരമാർന്ന സ്ട്രെസ്സിലായിരിക്കും. അപ്പം ഈ സ്ട്രെസ്സ് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ പകൽ മൊത്തം നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവാണ്. അത് കഴിഞ്ഞ് രാത്രി വന്ന് നമ്മൾ സെറ്റിൽ ഡൗൺ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഉറക്കത്തിനെ നമ്മൾക്ക് സഹായിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ആ ഹോർമോൺ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രി 10 മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങണം. എല്ലാവരും ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് സ്ക്രോളിങ് ചെയ്ത് 2 മണി 3 മണിക്കാണ് ഉറങ്ങുന്നത്. മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ തീർന്ന അവസരത്തിലാണ് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്നത്. ഒരു കാര്യം അതാണ്. പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള ഈ ട്രോമാസും ഇതെല്ലാം കൂടെ കെട്ടിക്കിടന്നിട്ട് പുള്ളിയുടെ ബ്രെയിൻ ഉറങ്ങേണ്ട സമയത്ത് സെറ്റിലാവേണ്ട സമയത്ത് അലേർട്ട് മോഡിലേക്ക് പോകും. പോയി കഴിയുമ്പോൾ അപ്പോൾ ആരംഭിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം. പഴയ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും ബ്രെയിൻ അലേർട്ട് മോഡിലാവുമ്പോൾ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? അതോടെ അയാളുടെ ഉറക്കം നഷ്ടപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം ഉറങ്ങാതിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി മനസ്സിലാക്കണം, എൻ്റെ സ്ലീപ്പ് ഡിസോർഡർ ആയിരിക്കുന്നു, എനിക്ക് കൃത്യമായ രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. മിനിമം 6 to 7 hours ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യും, എൻ്റെ വർക്ക് ലൈഫിനെ ബാധിക്കും, പേഴ്സണൽ ലൈഫിനെ ബാധിക്കും, എൻ്റെ ഹെൽത്തിനെ ബാധിക്കും. ഇതെല്ലാം അയാൾ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അഡ്വൈസ്, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഒരു കോച്ചിങ് എടുക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെൻ്റൽ സപ്പോർട്ട് അദ്ദേഹം എടുത്ത് ലൈഫിനെ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഇമോഷണലി കൂടുതൽ ഒരാൾ സെൻസിറ്റീവ് ആകാനുള്ള കാരണം എന്താ? ഒരു വ്യക്തിക്ക് ഏറ്റവും വേണ്ടത് ഉറക്കമാണ്. അതെ. അത് കിട്ടാതെ വരുമ്പം തൊട്ട് മുമ്പിൽ നിൽക്കുന്ന എല്ലാം അടിച്ച് തകർക്കാൻ തോന്നുന്നു. ഏറെ നാളെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഉറങ്ങാതിരിക്കുക എന്നുള്ളത്. അത് എൻ്റെതായ കുറേ പേഴ്സണലായിട്ടുള്ള കുറേ ഇഷ്യൂസ് കൊണ്ടായിരുന്നു സംഭവിച്ചത്. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവൾ 5 മിനിറ്റ് കൊണ്ട് സുഖമായി ഉറങ്ങും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ വരാവേന്ന് പറയും. അങ്ങോട്ട് പോകും, സുഖമായിട്ട് അവിടെ ചെല്ലും, കുറുക്കം വലിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ പറയും, അടിപൊളിയായിട്ട് ഉറങ്ങി എന്ന് പറയും. ഭയങ്കര കുശുമ്പ് തോന്നും. ഉറങ്ങാത്ത ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. വേറെ എന്ത് കൊടുത്താലും അയാൾക്ക് സമാധാനമില്ല. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഉറക്കം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. രാത്രിയാവുമ്പോൾ ഈ കൂടുതൽ ഓർമ്മകൾ ഇങ്ങനെ ശക്തമാണുള്ള റീസൺ എന്താ? അൺറിസോൾവ്ഡ് ആയിട്ടുള്ള മെമ്മറീസ് എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതായത് പകല് നമ്മൾ പലതരത്തിൽ ബിസിയാണല്ലോ, ആ സമയത്ത് നമുക്ക് ഇതൊന്നും ഓർക്കാൻ സമയമില്ല. ഒരു പക്ഷെ പകല് വെറുതെ ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മെമ്മറീസ് വരും. പക്ഷെ നമ്മൾ എപ്പോഴും സെറ്റിൽ ആവുന്നത് എപ്പോഴാ? ഓഫീസിൽ പോയി വീട്ടിൽ വന്നു ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് വരട്ടെ, പഴയ ഓർമ്മകൾ വരട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു സിഗ്നൽ നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നു. അവിടുന്ന് ഇങ്ങനെ പഴയ ഓർമ്മകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമായിരിക്കുമേ, അതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർ ക്ലോസിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് എപ്പോഴും മരണം വരെ അതൊരു വേദനയായിരിക്കും. എന്തുകൊണ്ട് എന്നാലും എന്നെ ഇട്ടിട്ട് പോയി, അവൾ എന്നാലും എന്നോട് എന്താ അങ്ങനെ ചെയ്തത്, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതൊരു അൺറിസോൾവ്ഡ് ഇഷ്യൂ ആണ്. ഇയാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ചിന്ത വരും, ഇയാൾ എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങുമെന്നേ. ഉറങ്ങണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? ഇതുപോലെ 100 കണക്കിന് പ്രശ്നമാണ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ഇതൊന്നും പരിഹരിക്കപ്പെടാതെ ആ വ്യക്തിക്ക് അയാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഓർമ്മകളെ നിയന്ത്രിക്കാനോ സാധിക്കത്തില്ല. ശരിക്കും ഒരു റിലേഷൻഷിപ്പ് അത് ശരിക്കും ജീവിതകാലം മുഴുവൻ ആനന്ദകരമായിട്ട് ഒരു സെലിബ്രേഷനോട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? അത് സാധ്യമാണോ? അതോ ഒരു മിത്ത് മാത്രമാണോ? ഒരു റിലേഷൻഷിപ്പ് ആസ്വാദ്യകരമായി ജീവിതാന്ത്യം വരെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ദമ്പതിമാർ രണ്ടുപേരും ഒരുപോലെ നിൽക്കണം. ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഒരു ബന്ധം കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നിന്ന് ഉറപ്പായിട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷനാണ്. മനസ്സിലുള്ള കാര്യം തുറന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് പറയാതെ, എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ കൺസേൺസ് ഇതാണ്, എനിക്ക് ദുഃഖം തരുന്ന കാര്യം ഇതാണ്, എൻ്റെ പാഷൻ ഇതാണ്, എൻ്റെ ഗോൾ ഇതാണ്, ഇതൊക്കെ പറയണ്ടേ? പറയാണ്ട് എങ്ങനെ അയാൾ അറിയുന്നത്? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു പാർട്ട്ണർക്ക് എന്താണോ ആവശ്യം അത് പരസ്പരം കൊടുത്തും വാങ്ങിച്ചും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം മനോഹരമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം 10 വർഷം മുമ്പ് വിവാഹം കഴിച്ച ആൾ
ഈ 11ാമത്തെ വർഷം അതേ ഇൻറ്റൻസിറ്റിയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ല. ഉം. പക്ഷേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിന് പർപ്പസ്ഫുള്ളി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ബന്ധം നിലനിർത്താൻ വേണ്ടി രണ്ടുപേരും ഈക്വൽ എഫേർട്ട് ഇടണം. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി അതിലേക്ക് ആഡ് ചെയ്യണം. ഉം. എങ്ങനെ മധുരമാക്കാമെന്ന് രണ്ടുപേരും കൂടെ റിസർച്ച് ചെയ്യണം. ഒരുമിച്ച് കുക്കിംഗ് ചെയ്യാം, ഒരുമിച്ച് ജിമ്മിൽ പോവാം, മക്കളുടെ വസ്ത്രം എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരുമിച്ച് പർച്ചേസിന് പോവാം. ഉം. അങ്ങനെ ഒത്തിരി ഒത്തിരി ട്രിപ്പ് പോകാം, ബന്ധുക്കളുടെ വീട്ടിൽ വിസിറ്റിന് പോകാം. ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പരസ്പരം രണ്ടുപേരും ഇൻവോൾവ് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇമോഷണലി ഉള്ള കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആവും. ഉം. ഉം. അപ്പം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ആ ദമ്പതിമാർക്കിടയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ ബന്ധം നഷ്ടപ്പെടുത്താതെ തന്നെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉം. ഏറ്റവും പ്രധാനം അതുതന്നെയാണ്.